അമേരിക്കൻ ദമ്പതികളായ ജോൺ ചർച്ചുമാർ യു.എസ്. ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി 1960-നും 1961-നും ഇടയിൽ ഏഷ്യയിൽ തങ്ങുകയായിരുന്നു. ഇതിനിടെ കുറച്ചുകാലം ഇന്ത്യയിൽ വന്നു പാർക്കാൻ അവർ തീരുമാനിച്ചു. ന്യൂഡൽഹിയിലെ ഓൾഡ് ഇംപീരിയർ ഹോട്ടലിൽ താമസിക്കുന്ന കാലത്ത് ശ്രീമതി ചർച്ചിനുണ്ടായ അസാധാരണമായ ഒരു അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു ദിവസം രാത്രി എൻ്റെ സഹോദരനായ ഡേവിഡ് എന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ട് ഗാഢനിദ്രയിൽ നിന്നും ഞാൻ ഉണർന്നു. സംഭവം നടക്കുന്ന സമയത്ത് അയാൾ ന്യൂയോർക്കിലെ ഗോഷിനിൽ താമസിക്കുകയായിരുന്നു. ചാർട്ടേഡ് ചെയ്ത ഒരു വ്യോമയാന സർവീസ് നടത്തുകയായിരുന്നു അയാൾ അവിടെ. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 4-5 അടി അകലെ കിടന്നിരുന്ന ഒരു മേശയ്ക്കപ്പുറത്ത് ഡേവിഡ് നിൽക്കുന്നതായി ഞാൻ കണ്ടു. മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അയാളെ നല്ലവണ്ണം കാണാൻ കഴിഞ്ഞു. പൈലറ്റിൻ്റെ യൂണിഫോമാണ് അയാൾ ധരിച്ചിരുന്നത്. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കണ്ടില്ല. ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് സംശയം തോന്നിയെങ്കിലും കയ്യിൽ നുള്ളി അല്ല എന്ന് ഉറപ്പിച്ചു. ചുറ്റുപാടും ഞാൻ വീക്ഷിച്ചു. അരികിൽ കിടന്നുറങ്ങിയിരുന്ന ഭർത്താവിനെ തൊട്ടു നോക്കി. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഞാൻ ഭയന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവനോട് സംസാരിക്കണമോ എന്ന് നിമിഷനേരം ഞാൻ ആലോചിച്ചു. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ രൂപം അവ്യക്തമാകാൻ തുടങ്ങി. പിന്നീടത് ശിരസിൽ നിന്ന് താഴേക്ക് മെല്ലെ അലിഞ്ഞില്ലാതായി. അടുത്ത ഏതാനും ആഴ്ചകൾ ഞാൻ വീട്ടിൽ നിന്ന് കത്ത് വരുന്നതും കാത്ത് അക്ഷമയോടെയാണ് കഴിച്ചുകൂട്ടിയത്. കത്തിൽ അശുഭ വാർത്തകളൊന്നും കാണാത്തതിൽ ഞാൻ ആശ്വസിച്ചു. കുറേ കാലം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ഞാൻ ഇന്ത്യയിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവം സഹോദരനോട് പറഞ്ഞു. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വിമാനം പറപ്പിക്കുന്നതിനിടയിൽ അയാൾക്കുണ്ടായ ഒരനുഭവം അയാൾ ഓർത്തു. പറക്കുന്നതിനിടയിൽ ഇരട്ട എഞ്ചിനുകളുള്ള അയാളുടെ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും കേടായിപ്പോയി. നിയന്ത്രണം വിട്ട് വിമാനം താഴേക്ക് കുതിക്കുന്നതിനിടയിൽ ഒരു വിസ്മയം പോലെ അതിലൊരു എഞ്ചിൻ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നിൽ വന്ന് നിന്ന ഒരു ആപത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ 2 പേർക്കും ഉണ്ടായ അനുഭവങ്ങൾക്ക് കാലപൊരുത്തമുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കാമെന്നത് ഞങ്ങൾക്ക് ബോധ്യം വന്നു.